ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പുറത്ത് പോയതിൻ്റെ വീഡിയോ ആണ്. ഇന്നാണെങ്കിൽ ഞങ്ങൾ ജബലലി ഏരിയയിലോട്ടാണ് പോണത്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ എപ്പം റെസ്റ്റോറൻറ്റിൽ കയറിയാലും എനിക്ക് ഈ ഊത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഊത്തപ്പമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചു വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് ഞങ്ങൾ വന്ന് വണ്ടിയിൽ കയറി. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഷാർജയിലെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളൊരു പെർമനൻറ്റ് പാർക്കിംഗ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ജബലലി ആദ്യം ഗുരുദ്വാരയിലേക്കാണ് വന്നത്. ഞങ്ങൾ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മമ്മി വന്നപ്പോൾ ഒന്നും കൂടി വരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. നമ്മൾ പുറത്ത് തന്നെ ചരിപ്പൊക്കെ എടുത്തിട്ട് ഒരു ഷെൽഫിൽ വെക്കാം. പിന്നെ കാലും കൈയും മുഖമൊക്കെ കഴുകി തല ഇതുപോലെ കവർ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. മമ്മി പിന്നെ ഓൾറെഡി ചുരിദാറിൻ്റെ ഷോൾ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുപോലൊരു ഗോതമ്പിൻ്റെ ഹൽവ തരും. നല്ല ടേസ്റ്റാണ്. നിറച്ച് നെയ്യൊക്കെ ആയിട്ട് ഒഴിച്ചിട്ടുള്ള നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹൽവ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഹൽവയാണ്. പിന്നെ ഈ ഒരു അമൃതസറിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഉണ്ടല്ലോ 3 ടൈമും ഇതുപോലുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാനായിട്ട് അവിടേക്ക് കയറി. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ശകലം പോലും ഫുഡ് നമുക്ക് വേസ്റ്റ് ആക്കാനായിട്ട് അവർ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയാൽ മതി. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹിന്ദു ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമാണിത്. അകത്ത് ഇവിടെയും വീഡിയോഗ്രാഫി ഒന്നും അലൗഡില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ തൊട്ടപ്പുറത്തുള്ള ഞങ്ങളുടെ കാത്തലിക് ചർച്ചിലേക്ക് പോയി. അവിടെ മാതാവിൻ്റെ നടയിൽ ഒരു തിരിയൊക്കെ കത്തിച്ചിട്ട് പള്ളിക്കുള്ളിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വൈകുന്നേരം ഞങ്ങൾക്കൊരു 6 മണിക്ക് ഞങ്ങൾ ദുബായിൽ ഡോൾഫിൻ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പോയി. ഇപ്പോൾ ഡോൾഫിൻ ഷോയുടെയൊക്കെ അവിടെ വന്നിരിക്കുവാണ്. ഇവിടെ വണ്ടി പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഇവിടെ പിന്നെ ഇതുപോലെ കുറേ പൂക്കളുടെ കാലമാണ് ഈ സമയം, ഒരു തണുപ്പ് കാലം എന്ന് പറയുന്നത്. പിറ്റൂണിയ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഫ്ലവറാണ്. അടിപൊളിയെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് നമ്മൾ ഡോൾഫിൻ ഷോയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു ക്യാമൽ റൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മോന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഡോൾഫിൻ ഷോയ്ക്കായിട്ട് കയറി. വൈകുന്നേരം 6 മണിക്കായിരുന്നു ഞങ്ങളുടെ ഷോയെ. പിന്നെ ഇവിടെയും നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ മമ്മിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മമ്മിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മമ്മിക്ക് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ഗെയിമുണ്ട് ഇതുപോലെ കളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കളിച്ച് ഞങ്ങൾ നേരെ പോയത് ഫുഡ് ബുക്കിലേക്കാണ്. അപ്പോൾ രാവിലെ അവിടുന്ന് ഫുഡ് കഴിച്ചതേ ഉള്ളൂ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് സ്നാക്കൊക്കെ കഴിക്കുന്നത്. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നെസ്റ്റോയിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഈ ആഴ്ചത്തിനുള്ള ഗ്രോസറിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നേ.